ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മഹാ അഷ്ടമി. ഇന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം കേട്ടോ. അഷ്ടമി പൂജ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ പൂജയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് സാരിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ടും ഉടുക്കുന്നതും. എല്ലാവരും ബ്രൈറ്റ് കളേഴ്സാണ് അന്ന് ഉടുക്കുകയുള്ളൂ. അപ്പോൾ ഈ എൻ്റെ വീഡിയോയിൽ ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ടോ? അത് എനിക്ക് ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് ആരാന്ന്. അതിൽ മോക്ഷ എന്ന് പറഞ്ഞ ഒരു ഫിലിം സ്റ്റാറാണെന്ന് തോന്നുന്നു. ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്ന് കുറേ നിന്ന് ഡാൻസ് കളിച്ചപ്പോഴും ഒന്നും എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ കുറേ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഇങ്ങനെ ചുറ്റിനും നടക്കും. അപ്പം ഞാൻ വിചാരിച്ച വല്ല ഇൻഫ്ലുവൻസേഴ്സ് വല്ല ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും മലയാളിയല്ല, നമ്മുടെ ബംഗാളി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ബംഗാളി ആൾക്കാരുടെ ഫേസിലൊരു പ്രത്യേകത ഉണ്ടാവാറുണ്ട്. അത് എൻ്റെ മുഖത്ത് മാത്രം ഇല്ലയെന്നേ ഉള്ളൂ. അവർ കാണാനൊരു പ്രത്യേക ഒരു ലുക്കായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനെ അവിടുത്തെ വല്ല ഇൻഫ്ലുവൻസർ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാം കഴിഞ്ഞു. പുള്ളിക്കാരി എന്തൊക്കെയോ എന്നോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങ് വലിയ കാര്യം കൊടുത്തില്ല. സത്യം പറഞ്ഞു, ടു ബി ഫ്രാങ്ക് എനിക്ക് അറിയില്ലായിരുന്നു പുള്ളിക്കാരി ആരാന്ന്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് പുള്ളിക്കാരി ഇങ്ങനെ ഒരു വലിയൊരു ഫിലിം സ്റ്റാറാണ് കാൽക്കട്ടയിൽ. പിന്നെ നമ്മുടെ മലയാളത്തിലും പടം ചെയ്തിട്ടുണ്ട്. ഭഗവതിയും കള്ളനും ഭഗവതിയും അങ്ങനെ എന്തൊരു സിനിമ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പിന്നീടൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ചു, സെയിം ധുനുച്ചി ഡാൻസ് കളിച്ചു. ആ കൊട്ടിന് ചുറ്റും എല്ലാവരും നിന്ന് അങ്ങ് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിക്കുട്ടികളുടെ കുമാരി പൂജ ഉണ്ടായിരുന്നു. ഈ അഷ്ടമി ദിവസത്തിലാണ്, നവരാത്രി 8th ഡേ ആണ് കുമാരി പൂജ ചെയ്യുന്നത്. കുമാരി പൂജ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അറിയാലോ, ഈ പീരിയഡ്സ് ഒന്നും ആവാത്ത കുട്ടികളെ ഇരുത്തി ഇവർ ഒരു 10 പിള്ളേർ ഇരുത്തിയിട്ട് അവർ പൂജ ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഗുഡീസും കാര്യങ്ങളൊക്കെ കൊടുക്കും, ജ്യൂസ് കൊടുക്കും, പൈസ കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പൂജയൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ അതൊക്കെ എൻ്റെ പിള്ളേർക്കല്ല, പൊതുവെ പിള്ളേർക്കൊക്കെ അത് ഭയങ്കര രസമാണല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കയ്യിലൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു കസ്റ്റം കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ അഷ്ടമി പൂജയിലേക്ക് കടന്നു. ഇത് ഒരു 108 ദീപങ്ങളുണ്ട് കേട്ടോ. 108 ദീപം. ഈ ദീപം എന്തിനാ കത്തിക്കണേന്ന് വെച്ചാൽ ഇതിനെ പറയുന്നത് ശന്തി പൂജ എന്നാ പറയുന്നത്. സന്ധി പൂജക്ക് ഈ അഷ്ടമിന്ന് നവമിയിലേക്ക് മാറുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ശാന്തി 108 മന്ത്രങ്ങൾ പറയും. ആ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറച്ച് നിമിഷങ്ങൾക്ക് നമ്മൾ ഈ ദീപം കത്തിക്കണം എന്നാണ്. ഇനി അഷ്ടമി വൈകിട്ടത്തെ ഫങ്ഷൻസ് ഒക്കെയാണ്. ഇപ്പോൾ ഒരു കുത്തക്കെട്ടാണ് ഇവിടെ നിന്ന് ചെരുപ്പിടുന്നതാണ്. ഞാൻ റെഡി, എല്ലാവരും റെഡി. ഇന്ന് മമ്മിയുടെ ഒരു ഡ്രാമയുണ്ട്. ഡ്രാമ ആണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം, മഹാഭാരതം. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളുടെ നേരെ ക്ലബിൽ. ഓക്കെ. അപ്പോൾ വൈകിട്ട് നമുക്ക് ചീഫ് ഗസ്റ്റ് 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വന്നു. അവർക്ക് നമ്മൾ ഗിഫ്റ്റ്സ് കൊടുത്തു. പിന്നെ അവർ അവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ എക്സ്പീരിയൻസൊക്കെ നമ്മളവിടെ ഷെയർ ചെയ്തു. അപ്പോൾ വളരെ കൈൻഡ് ഹാർട്ട് കുട്ടിയാട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കൊച്ചിനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഉണ്ടായത് ഈ ഒരു വീണ വായിക്കലായിരുന്നു. നല്ലോണം ആൻറ്റി വായിച്ചിട്ട് നല്ല രസമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ എല്ലാം വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 by 1 ഓരോ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കാണിച്ചുതരാം, ക്രൗഡ് കാണിച്ചുതരാം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഈ ക്രൗഡല്ല കേട്ടോ. കുറച്ചും കൂടി ഫങ്ഷൻസ് തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൾക്കാർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്തായിരുന്നു വെച്ചാൽ മഹാഭാരതമായിരുന്നു. മഹാഭാരതം എന്തൊരു രസമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോസ് എടുക്കാൻ പോലും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങളെയൊക്കെ കാണിക്കണം എന്നുണ്ട്, എങ്ങനെയാണ് ഞങ്ങളുടെ അവിടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളും നടക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞു ക്ലിപ്പിങ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. വളരെ രസമായിരുന്നു. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇരുന്നൊരു മൂവി കാണുന്ന പോലെയായിരുന്നു. അത്രയും ലൈറ്റിങ്ങും അത്രയും പെർഫെക്ഷനോടെയാണ് അവരെല്ലാം ചെയ്തത്. അത് ഒരു ഒരു കുഞ്ഞൊരു കുട്ടി മുതൽ ഒരു വലിയ ആൾക്കാരുടെ പെർഫോമൻസ് വരെ ആയിക്കോട്ടെ, ഈ ഒരു ഡ്രാമയിൽ എല്ലാം അടിപൊളിയായിരുന്നു. ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കുന്ന ഈ ഒരു സീനില്ലേ, അടിപൊളി. നമ്മൾ മൂവീസിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ വലിച്ചിട്ടും ഉടുപ്പ് ലൈക്ക്
തുണി തീരുന്നില്ല. ആ ഒരു കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ എന്ത് രസമായിട്ടാണെന്നറിയാം എല്ലാവരും പെർഫോം ചെയ്തത്. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും വർക്കിംഗ് ആട്ടോ. ഇവരൊക്കെ ആ ഒരു ടൈം കണ്ടെത്തിയിട്ടാണ് അവർ ഈ ഒരു പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്തതും ഒരു ഫ്ലോസും ഇല്ലാതെ. ഫ്ലോസ് ഉണ്ടെങ്കിലും നമ്മളത് കെയർ ചെയ്യില്ല, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ അതങ്ങ് കവറപ്പ് ചെയ്തത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അങ്ങനെ മഹാഅഷ്ടമി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നേരെ ഡിന്നറാണ്. ഡിന്നർ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകും, കയറിക്കിടന്ന് ഉറങ്ങും. ഇനി നാളെ മഹാനവമി. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്. എൻ്റെ ഡാൻസൊക്കെ ഉണ്ട് രാത്രി. അപ്പോൾ ഇനി നാളെ കാണാം. ചിൽഡ്രൻ ബൈ.